ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ യൂറോപ്പിലേക്ക് ജോലി നോക്കുകയാണോ? ശരി. അപ്പോൾ യൂറോപ്യൻ കൺട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് അല്ലേ, ഒരുപാട് 27 യൂറോപ്യൻ കൺട്രി ഒരുപാടുണ്ട്. 29 രാജ്യങ്ങളുണ്ട്. അതിൽ 27 ഷെങ്കൻ കൺട്രീസ് നിങ്ങൾ ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപാട് വേക്കൻറ്റുകളുണ്ട്. നിങ്ങൾ പിന്നെ ഇന്നേത് പഠിക്കൂ, ഇന്നേത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസുകൾ വരുന്നുണ്ട് അല്ലേ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, പെട്ടിട്ടുണ്ടാവും. യൂറോപ്യൻ കൺട്രി നല്ല കൺട്രിയാണ്. നല്ല സാലറിയും കാര്യങ്ങളും. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ത്യക്കാർക്ക് നല്ലൊരു തുണയാണ്. ശരിയാണത്. അപ്പോൾ അതിൽ എല്ലാവരും വരുന്നതിൽ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, വരുന്നതിൽ തെറ്റില്ല, എല്ലാം അറിയാം. പക്ഷേ നിങ്ങളെ ശ്രദ്ധയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടങ്ങളേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ വീഡിയോ ഇതിപ്പോൾ സ്റ്റാർട്ടാവുന്നു, 1 മിനിറ്റ് 34 സെക്കൻഡായി. എവിടെയാണ് അവസാനിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ എവിടെ വെച്ച് ഏത് സെക്കൻഡിൽ നിർത്തുമെന്നോ എത്ര മിനിറ്റിൽ നിർത്തുമെന്നോ എനിക്കറിയില്ല. നിങ്ങൾ ഓരോ സെക്കൻഡും നിങ്ങൾ ഫുൾ ടൈം, അതായത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോസും കാണണം. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അതായത് യൂറോപ്യൻ കൺട്രിയിൽ വരാൻ ആഗ്രഹിക്കുന്ന, ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നഷ്ടമാവും. അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ട് ബാക്കിയുള്ളവരെ വിട്ടേക്കൂ. ഈ യൂറോപ്യൻ കൺട്രിയിലേക്ക് ജോലിക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ നിർബന്ധപൂർവം എന്ന് പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ഞാൻ പറയുന്നത്, ഇവിടെ ജോലിക്ക് വരുന്നതിൽ തെറ്റില്ല, ജോലിക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ഇവിടെ വന്ന് നല്ല ജോലിയിലേക്ക് പിന്നെ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും അതായത് ഏത് ജോലിയിലാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ആ ജോലിയിൽ നല്ല നൈപുണ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പിന്നെ സക്സസ് ആവും, അതിലൊരു സംശയമില്ല. പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് പേര് ഇവിടെ വരുന്ന ആരും കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, ലക്ഷങ്ങൾ അക്കൗണ്ടിലാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് എനിക്കറിയാം. കാരണം ഓരോ വ്യക്തിയും ലക്ഷങ്ങൾ കടക്കണിയിലാണ്. ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കടക്കണിയിൽ നിന്നും ഒഴിവായി കിട്ടാനും, വീടുകൾ പണി പൂർത്തിയാക്കാനും, നല്ല മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും, നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അല്ലാതെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് എല്ലാവരെ പോലെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ വരുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതായത് നിങ്ങൾ എന്ത് ജോലിക്കാണോ വരുന്നത് ആ ജോലിയിൽ നിങ്ങൾ 100% പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങളൊരു തൂപ്പുകാരനാണോ, അതിൽ പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങളൊരു ഡ്രൈവറാണോ, അതിൽ പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങളൊരു കമ്പ്യൂട്ടർ നോളജുള്ള ആളാണോ, അതിൽ പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, നഴ്സിംഗ് ആണോ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അതിൽ നിങ്ങൾ പ്രാവീണ്യം തെളിയിച്ചിരിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് കടക്കണിയിലായിരിക്കും. എന്നാലും നിങ്ങൾ വിസക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് നിങ്ങൾ ഏജൻസിക്ക് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ആ എമൗണ്ടിന് പുറമെ നിങ്ങൾ ഇവിടത്തേക്ക് വരുമ്പോൾ ചുരുങ്ങിയത് ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും യൂറോ നിങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവരണം. കാരണം ജോലി നിങ്ങൾ ദുബൈയിലുള്ള പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ പോലെയോ നേരെ കയറി വന്നേം പാടെ അതിൻ്റെ പിറ്റേന്നോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വപ്നം കാണണ്ട, അത് പറ്റില്ല. യൂറോപ്യൻ കൺട്രിയിൽ
കുറേ നിയമങ്ങളും നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രൊസീജിയർ 1 by 1 ആയിട്ട് നടക്കുള്ളൂ. അപ്പോൾ അതിന് ചുരുങ്ങിയത് 6 മാസം മുതൽ 8 മാസം വരെ നിങ്ങൾക്ക് എടുക്കും. 6 മാസം വരെ അല്ലെങ്കിൽ 8 മാസം വരെ നിങ്ങൾക്ക് ജീവിക്കാൻ, അതായത് ഭക്ഷണം കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഇവിടെ യൂറോ ആക്കി കൊണ്ടുവരണം. എന്നാലേ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ ആരുടെ മുന്നിലും കൈനീട്ടണമെങ്കിൽ നമ്മളെ നാട്ടിലൊന്നല്ലല്ലോ, പറ്റില്ല. അപ്പോൾ ജീവിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ നാട്ടിലെ ഫാമിലീസ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അവർക്ക് 6 മാസം അല്ലെങ്കിൽ 8 മാസം അവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സ്രോതസ്സ് അല്ലെങ്കിൽ പണം, അത് ക്യാഷായിട്ടോ അക്കൗണ്ടിലായിട്ടോ നിങ്ങൾ അവിടെ വെച്ചിട്ടേ വരാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും സമാധാനം ഉണ്ടാവില്ല. അവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് അവിടെയുള്ളവർക്കും സമാധാനം ഉണ്ടാവില്ല, നിങ്ങൾക്കും സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് 6 മാസം മുതൽ 8 മാസം വരെ എടുക്കും ജോലിയൊക്കെ പ്രോപ്പറായിട്ട് പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് കയറാൻ എന്നുള്ള മൈൻഡ് നിങ്ങളുടെ മുന്നിൽ ആദ്യമേ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ പിറ്റേത്തെ ആഴ്ചയോ പിറ്റേത്തെ മാസമോ കയറുമെന്ന് വെച്ചാൽ നിങ്ങളാകെ തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 6 മാസം മുതൽ 8 മാസം വരെ ജീവിക്കാനുള്ള പൈസ എങ്ങനെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കയ്യും കാലും പിടിച്ചിട്ടോ ബാങ്ക് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സുഹൃത്തുക്കളെടുക്കുന്ന വായ്പ മേടിച്ചിട്ടോ നിങ്ങളിവിടെ കൊണ്ടുവന്നാലേ മതിയാവുള്ളൂ. 1. 2, നിങ്ങൾ എന്ത് പ്രൊഫഷനാണോ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഫഷനിൽ എക്സലൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളവിടെ എക്സ്പീരിയൻസ് ചെയ്ത് എക്സലൻ്റ് ആയിട്ട് ഇങ്ങോട്ട് കയറി വരാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. കാരണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡ്രൈവറായിട്ടാണ് വരുന്നത്, ട്രെയിലർ ഡ്രൈവറായിട്ടാണ് വരുന്നതെന്ന് വെച്ചു. നിങ്ങൾ അവിടുന്ന് ജസ്റ്റ് പിന്നെ ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ നിങ്ങൾ ട്രെയിനിങ് ചെയ്തിട്ട് നിങ്ങളവർക്ക് വണ്ടി റിവ്യൂസും കാര്യങ്ങളും സിക്സാഗും എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്ത് അവർ പാസ്സായി നിങ്ങൾ നേരെ ഇവിടെ വന്നു എന്ന് വെച്ചോ. ഇവിടെ വന്ന് നിങ്ങൾ ഇതേ കമ്പനിയിൽ വെച്ചിട്ട് വീണ്ടും നിങ്ങൾ ടെസ്റ്റ് അടിക്കണം. എക്സാമുണ്ട്. എക്സാം ഇംഗ്ലീഷിലാണ്. ആ എക്സാം ഇംഗ്ലീഷിൽ പാസ്സാവണം. കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പുറമെ നിങ്ങൾ ഏത് കമ്പനിയിലാണോ സെലക്ഷന് പോകുന്നത് ആ കമ്പനിയിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് വീണ്ടും ടെസ്റ്റ് അടിക്കണം. സ്ട്രെയിറ്റ് ഫോർവേഡ്, സിക്സാക്ക്, ലെഫ്റ്റ് റിവേഴ്സ്, റൈറ്റ് റിവേഴ്സ്. ഇത് നിങ്ങളെടുത്ത് കാണിച്ചു കൊടുത്ത് നിങ്ങൾ പാസ്സായില്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടും. അപ്പോൾ നിങ്ങൾ കൊടുത്ത എമൗണ്ട് മുഴുവൻ തുകയും പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട്, ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. എല്ലാ കാര്യവും അത് തന്നെയാണ്, എല്ലാ വിഷയത്തിലും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നതെന്ന് എനിക്കറിയാം, എല്ലാവരെ പോലെ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ നാട്ടിലുള്ള കടങ്ങളും പ്രശ്നങ്ങളും തീർത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന മേഖലയിൽ 100% പ്രാവീണ്യമുള്ള ആളായി മാറുക. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. എന്നാൽ നിങ്ങൾക്കിവിടെ വന്ന് ജോലി ശരിയായി നിങ്ങൾക്ക് നല്ല പണം സമ്പാദിച്ച് അവിടുത്തെ നാട്ടിലെ കടങ്ങൾ വീട്ടി ജീവിക്കാനുള്ളൊരു മാർഗം ഉണ്ടാക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ പ്രാവീണ്യമുള്ളവരാവണം. 2, ഇവിടെ ജീവിക്കാൻ ജോലി കിട്ടുന്നവരെ 6 മാസം മുതൽ 8 മാസം വരെ ജോലി കിട്ടുന്നത് വരെ ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള പൈസ ചുരുങ്ങിയത് 1.5 ലക്ഷം രൂപയെങ്കിലും യൂറോയിലാക്കി മാറ്റി വരണം. കൂടുതലെടുക്കുന്നവർക്ക് നല്ലത്. അല്ലെങ്കിൽ മിനിമം 1.5 ലക്ഷം രൂപയെങ്കിലും യൂറോയിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് മാറ്റി കൊണ്ടുവരണം കേട്ടോ. ഞാനും ഇതേപോലൊരു ജോലിക്ക് വേണ്ടി വന്നതാണ്. എൻ്റെ ജോലി ഞാൻ കയറിയിട്ടില്ല. എൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുന്നു, ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ ഞാൻ എത്ര മാസമായി എത്തി എന്നുള്ളതും എൻ്റെ ജോലിയിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ വരാം. അപ്പോൾ അതിനു മുമ്പ് നിലവിൽ ഇവിടെയുള്ള
കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. എന്തിനാണ് ഷെയർ ചെയ്യുന്നത്? എന്നെപ്പോലുള്ള ഒരുപാട് പേര് നാട്ടിൽ നിന്ന് കടങ്ങളും പ്രശ്നങ്ങളും പ്രാരാബ്ധമായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരാൻ ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആളുണ്ട്. അവർ വഞ്ചിക്കപ്പെടാതിരിക്കാനും ചതിക്കപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഭാഷ ഏതുമായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ സംസാരിക്കുന്നത് മലയാളമാണ്. പക്ഷേ ഈ മലയാളം അത്യാവശ്യം തമിഴിൽ പിന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക. നിങ്ങൾ മൈൻഡ് സെറ്റാക്കിയിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ താങ്ങാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ വെജിറ്റബിൾ ആയിക്കോട്ടെ, ഇവിടുത്തെ ഫിഷ് ആയിക്കോട്ടെ, മീറ്റ് ഐറ്റംസ് ആയിക്കോട്ടെ, എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ, ഇവിടുത്തെ പിന്നെ പ്രൈസ് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരുപാട് കൂടുതലാണ്. നിങ്ങൾക്ക് ഇവിടെയുള്ള എന്തൊരു ഐറ്റം ആണെങ്കിലും 100% പ്യുവറാണ്, ശുദ്ധമായ ഭക്ഷണമാണ്. അത് വെജിറ്റബിൾ ആയിക്കോട്ടെ, എന്ത് ഐറ്റം ആയിക്കോട്ടെ, പ്യുവറായിട്ടുള്ള നല്ല ശുദ്ധമായ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പക്ഷേ കാശ് കൊടുക്കണം. അപ്പോൾ കാശ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഈ എമൗണ്ട് നിങ്ങൾ കൊണ്ടുവന്നേ മതിയാവും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയാനുള്ളത്? പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ സമ്മറാണ്, നല്ല ചൂടാണ്. 34 ഡിഗ്രി 36 ഡിഗ്രിയൊക്കെ ചൂടുണ്ട്. ഇപ്പോൾ സമ്മർ സീസണാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് വിൻ്റർ സീസൺ. -ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ ഈ സമ്മർ സീസണിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു 3 മാസം ഉണ്ടാവുള്ളൂ മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലൈമറ്റ് മാറും. നമ്മളെ മൈസൂരും വീരാജ്പേട്ടയൊക്കെ ഉള്ള പോലത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വിൻ്റർ വന്നു കഴിഞ്ഞാൽ ഐസായിരിക്കും. ഐസിലായിരിക്കും നിങ്ങൾ പിന്നെ ഇപ്പം ഡ്രൈവറാണെങ്കിൽ വണ്ടി ഓട്ടേണ്ടി വരിക, അല്ലെങ്കിൽ നിങ്ങൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് മൊത്തം കവറിങ് ആയിട്ടായി കൂടെ ഉണ്ടാവുക. ഷൂസും കാര്യങ്ങളും പാൻറ്റും കോട്ടും ഹെഡ് കവറും എല്ലാം ഇട്ട് ഫുൾ കവറായിട്ടാണ് നിങ്ങൾ ഉണ്ടാവുക. അങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ്. അപ്പോൾ 2 എക്സ്ട്രീമും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഇങ്ങോട്ടേക്ക് വരണ്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടുപോകും, നിങ്ങളെ കാശ് പോകും. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അല്ലാതെ നിങ്ങൾ ആരും കയറി വരുന്നതിൽ ഒരു വിരോധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാനിവിടെ വന്നിട്ട് വളരെ ചുരുക്കം ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ആയിട്ടുള്ളൂ. അത് ഞാനൊരു ദിവസം റിവീൽ ചെയ്യാം. കാരണം ഞാനിപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ട് പേപ്പർ വർക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേപ്പർ വർക്ക് പൂർണ്ണമായിട്ടില്ല. ഇത്രയും മാസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ്, ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് നിങ്ങളിവിടെ വരുന്നത്. അപ്പോൾ ഭാവിയിൽ, അതായത് വരുന്നവർക്ക് ഇവിടെ വന്ന് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതായത് ഇത് റിയലൈസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് മാനസികമായിട്ട് തകർന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാർ തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും വരുന്ന ആരായിക്കോട്ടെ, നിങ്ങൾ വരുന്ന ആരായിക്കോട്ടെ, എല്ലാവരും 100% ഈ സാമ്പത്തികം നിങ്ങൾ കയ്യിൽ കരുതുക. നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ആവുക. എന്ത് കഷ്ടപ്പെട്ടാലും നമ്മളിവിടെ എന്ത് കഠിനാധ്വാനം ചെയ്തിട്ടും ഇവിടെ ജോലിയിൽ തുടരും. നിങ്ങളെ നാട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കും. എന്നിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാം കേട്ടോ. നിങ്ങളെ കടങ്ങളും വീട്ടിൽ അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഇവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ആണ്. ഇവിടെ എത്ര പെട്ടെന്ന് ആണ് പിന്നെ, അതായത് ഇമ്മീഡിയറ്റ് കയറാമെന്നുള്ള ഒരു ധാരണയും വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.